So guys, once again welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലൈറ്റ് മോഷൻ മൊബൈൽ എഡിറ്ററിനകത്ത് നമുക്ക് എങ്ങനെ പ്രീസെറ്റ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രീസെറ്റ്സ് എങ്ങനെ XML ഫയലും അല്ലെങ്കിൽ എലൈറ്റ് ലിങ്ക് ഉപയോഗിച്ചും ഇമ്പോർട്ട് ചെയ്തെടുക്കാം, യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നവർ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ പേഴ്സണലായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഞാനും കൂടെ മെമ്പറായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോണിൽ വരുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു പ്രീസെറ്റ് ബേസ് എങ്ങനെ ഇമ്പോർട്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് യൂട്യൂബ് എടുക്കുന്നു. യൂട്യൂബ് എടുത്തതിന് ശേഷം നമ്മുടെ എന്താ പറയുക ഹിസ്റ്ററി ഞാനിവിടെ ബ്ലർ ചെയ്യുന്നുണ്ട്, അത് കാണണ്ട. അപ്പോൾ ഞാനിവിടെ പ്രീസെറ്റ് ബേസ് ഫോർ അലൈറ്റ് മോഷൻ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ആദ്യം വരുന്നത് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യുന്നു. പ്ലേ ചെയ്തിട്ട് നമ്മൾ ഓഡിയോ പരസ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പോസ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ചെന്നതിന് ശേഷം താണ്ട് ഇവിടെ എലൈറ്റ് ലിങ്ക് എന്നും പറഞ്ഞ് കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എലൈറ്റ് ലിങ്ക്. അതായത് നമ്മുടെ ഓരോ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്ക് വഴി പ്രീസെറ്റ് സെറ്റാക്കുന്നതാണ് എലൈറ്റ് ലിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇമ്പോർട്ട് ആക്കാമെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നേരെ നിങ്ങളുടെ യൂട്യൂബിൽ തന്നെ ഒരു ക്രോം പേജ് അല്ല, ഒരു വെബ് പേജ് ഓപ്പൺ ആയി വരും. ഓപ്പൺ ആകുന്നതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് ഡിലേ ആയതിനു ശേഷം എലൈറ്റ് മോഷനിനകത്തോട്ട് ജസ്റ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഓപ്പൺ ആയി പോകും. ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് ആ പ്രോജക്റ്റിൻ്റെ ഫയലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. നോവോ പ്രൊജക്റ്റോ 76 ടോട്ടൽ എത്ര സൈസ് ഉണ്ടെന്ന് കാണിക്കും. 5 MB വരെയുള്ള സൈസിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് നമുക്ക് എലൈറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് കൊടുക്കുന്നു. ഇമ്പോർട്ട് കൊടുത്തതിന് ശേഷം ഡൗൺലോഡിങ് പ്രോജക്റ്റ് പാക്കേജ്, അത് നിങ്ങളുടെ സം ഓഫ് ദ മീഡിയ, അത് നമുക്ക് സ്ഥിരം വരാറുള്ള പരിപാടിയാണ്. ഫോട്ടോസ് ലോഡാവാത്തൊരു പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചത്. ഇമ്പോർട്ട് ആയതിനു ശേഷം ഓട്ടോമാറ്റിക്കലി ലോഡായി വരും. ലോഡായി ഓരോന്നോരോന്ന് പയ്യെ ലോഡായി വരും. ജസ്റ്റ് ഞാൻ സൈഡിലോട്ടൊക്കെ കാണിച്ചു തരാം. കണ്ടല്ലേ, ഇനി ഇതെങ്ങനെ യൂസ് ആക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതെല്ലാം ഗ്രൂപ്പും കാര്യങ്ങളുമാണ്, ഇമേജ് ഒന്നും കൊടുത്തേപ്പില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓഡിയോ ഒക്കെ ഉണ്ടെങ്കിലും കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ ആ ഓഡിയോ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പോലെ ഇതിനകത്തോട്ട് കയറ്റണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ പിക്ക് GPG എന്ന് പറഞ്ഞേക്കുന്ന ആ ഒരു പിക്കിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം കളർഫുള്ളിൽ ചെന്നിട്ട് ഇവിടെ വേണ്ട ഇങ്ങേ അറ്റത്തെ സെക്ഷനിൽ വന്നിട്ട് ഇവിടെ തട്ടുന്നു. അപ്പോൾ ഗാലറി ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പിക്ക് ഇതിനകത്തോട്ട് ഇമ്പോർട്ടാക്കി ഇടുക. ജസ്റ്റ് ഒരു പിക്ക് ഇമ്പോർട്ടാക്കുന്നുണ്ട്, ചുമ്മാ ഒരു കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ഇട്ടതാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഈ ഒരു ഗ്രൂപ്പ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ബാക്ക് വരുന്നു, എന്നിട്ട് പ്ലേ ആക്കുന്നു. കണ്ടില്ലേ, ആ ഒരു പിക്ക് അതിനകത്ത് കറക്റ്റ് വന്ന്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൊരു പിക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്കൊക്കെ ആഡ് ചെയ്യാം. ഇത്രേ ഉള്ളൂ പ്രീസെറ്റ് ബേസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം നോക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ യൂട്യൂബ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. യൂട്യൂബ് എഫക്റ്റും ഇതുപോലെ തന്നെയാണ് ഓപ്പൺ ആക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ വേറൊരു കാര്യം നോക്കണം, നമ്മൾ XML ഫയൽ എങ്ങനെ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ആക്കാമെന്ന്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ചാനൽ സെർച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനൊരു ബ്ലിങ്ക് എഫക്റ്റിൻ്റെ XML ഫയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. വീഡിയോനകത്ത് പ്ലേ ആവുന്നില്ല. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കമൻറ്റ് സെക്ഷനിലോട്ട് വരുന്നു. കമൻറ്റ് സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ഡ്രൈവ് ലിങ്കാണ്. ഓക്കെ, പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയി വന്നതിന് ശേഷം നിങ്ങളുടെ മീഡിയ ഫയർ ആണെങ്കിൽ മീഡിയ ഫയർ, അല്ലെങ്കിൽ ഡ്രൈവ് ആണെങ്കിൽ ഡ്രൈവ്, ഏതാണോ ആ ഒരു ക്രിയേറ്റർ അതേക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു താഴോട്ടുള്ള ഡൗൺലോഡ് ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തതിന് ശേഷം അതുകൊണ്ട് ഇവിടെ ആയിട്ട് 3 ഡോട്ടില്ലേ, 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട്
സെൻഡ് കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സെൻഡ് ഫയൽ വിത്ത് എന്നും പറഞ്ഞ് വന്നിട്ട് ഇതിനകത്ത് രണ്ടാമതായിട്ട് എലൈറ്റ് മോഷൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ എലൈറ്റ് മോഷനകത്തോട്ട് ഇമ്പോർട്ട് ആക്കുക. അപ്പോൾ ജസ്റ്റ് താഴെ എഴുതി കാണിക്കും ഇമ്പോർട്ടഡ് പ്രോജക്റ്റ്, അത്രയേ ഉള്ളൂ. എലൈറ്റ് മോഷനകത്തോട്ട് ഇമ്പോർട്ടായി. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, വാട്സപ്പ് ഗ്രൂപ്പിനൊക്കെ മെസ്സേജ് വരുന്നുണ്ട്, എങ്ങനെയാണ് നമുക്ക് എഫക്റ്റ് ഇതുപോലെ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ചെയ്യേണ്ടത് എലൈറ്റ് മോഷൻ VFX പാക്ക് എന്ന് സെർച്ച് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തോ വേണ്ടതെന്ന് വെച്ചാൽ ഈ എലൈറ്റ് മോഷൻ്റെ കൂടെ ഇപ്പുറത്ത് ആ സാധനം ഇട്ടിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി. നെറ്റ് വൻ ശോകമാണ്. കുറേ നാളുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ ഇച്ചിരി കുഴപ്പമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ് ലോഡാവുന്ന വരെ. സോ നമുക്കിവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കുക. വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കുന്നു, ജസ്റ്റ് ക്ലോസ് അടിക്കുന്നു. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ പോസ് ചെയ്യുന്നുണ്ട്. ഷേക്സ് ട്രാൻസിഷന് CC എഫക്റ്റ് ടെസ്റ്റ് ആനിമേഷൻ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഏതാ വെച്ചതെന്ന് വെച്ചാൽ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഷേക്സ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നേരത്തെ പോലെ തന്നെ ഒരു ബ്രൗസർ പേജ് ഓപ്പണായി വരും. ഓപ്പണായി വന്നതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ എലൈറ്റ് മോഷനകത്തോട്ട് തനിയെ ഓട്ടോമാറ്റിക്കലി കയറും. വെരിഫൈങ് ലിങ്ക് വരും. അപ്പോൾ സൈസും അതുപോലെ തന്നെ AMB വാസ്റ്റ് ഷേക്സ് എന്നും പറഞ്ഞു വരും. അതായത് ഫയൽ നെയിമും അതുപോലെ തന്നെ എത്ര സൈസ് ഉണ്ടെന്നാണ് ഈ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇമ്പോർട്ട് ഡൗൺലോഡിങ് പ്രോജക്റ്റ് ഫയൽസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് മിസ്സിങ്. ഓക്കെ, വേണ്ടേ, നമുക്ക് പ്രീസെറ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഇനി വേറൊരു കാര്യമുണ്ട്. ഈ ഒരു ഷേക്ക് നമ്മൾ എങ്ങനെയാണ് വേറൊരു പ്രോജക്റ്റിൽ ഫയലിലോട്ട് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചിരുന്നില്ല, ജസ്റ്റ് പറഞ്ഞുതരാം. ഒരു ലെയറിലോട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം എഫക്റ്റിൽ ചെന്നിട്ട് നമുക്ക് ഇത്രയും എഫക്റ്റ് ഇവിടെ കിടപ്പില്ല. ആ 3 ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ കൊണ്ടുവന്ന് ആഡ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതറിയാത്ത കുറേ കൂട്ടുകാരുണ്ടായിരുന്നു ഗ്രൂപ്പിൽ തന്നെ. ഒറ്റ ഒരാൾ ഡിമാൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളവർ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോ കാണാനായിട്ട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒറ്റ സബ്സ്ക്രൈബ് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ബട്ട് ആ ഒരു ഒറ്റ സബ്സ്ക്രൈബ് കൊണ്ട് ഞങ്ങൾക്ക് അത്രമാത്രം മോട്ടിവേഷനാണ് കിട്ടുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സന്തോഷിക്കുക. ഓക്കെ, അക്ഷയ് ബ്ലോഗറിൻ്റെ ഡയലോഗ എന്നാലും ഞാനും കൊണ്ടെടുത്തു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.